നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾ മറ്റുള്ള സഹോദരങ്ങൾക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതം തലക്ക് പിടിച്ചിട്ടുള്ള മത തീവ്രവാദികൾ തന്നെയാണ്. അതെല്ലാ മതവിഭാഗത്തിലും ഉണ്ട് ഒരു ചെറിയൊരു അംശം ഇത്തരത്തിലുള്ള വിഷജീവികൾ. ഒരു യഥാർത്ഥ ഹിന്ദുവായിട്ടുള്ള രാഹുൽ ഈശ്വറിനെ ഒരു മതം തലക്ക് പിടിച്ചിട്ടുള്ള ഒരു വേട്ടാവളിയൻ വിളിക്കുന്ന ഒരു ഓഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം. നമ്മുടെ നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് ജോലിക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. 11 വർഷം കുവൈത്തിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഹൈന്ദവരായിട്ടുള്ള ഒരുപാട് ക്രൈസ്തവരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ് ആ നാട്ടിൽ ജോലി ചെയ്യുകയും വിശേഷ ദിവസങ്ങൾ ക്രിസ്മസ് ആയാലും ഓണമായാലും പെരുന്നാളായാലും എല്ലാവരും ആ ഒരു ദിവസം ഒത്തുകൂടി വളരെ സന്തോഷകരമായിട്ടുള്ള ചില നിമിഷങ്ങളിലൂടെയാണ് ഈ GCC കൺട്രിയിലൊക്കെ ഞങ്ങൾ ജോലി ചെയ്ത സമയത്ത് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അതല്ല നമ്മൾ ഈ GCC കൺട്രിയിൽ നിന്ന് കാണുന്നത്. ഒരു ചെറിയൊരു വിഭാഗം മതഭ്രാന്ത് മൂത്ത് ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂളും വിഴുങ്ങിയിട്ട് അവിടെ പണിയെടുക്കുന്ന മലയാളികൾക്ക് അപമാനമായിട്ടുള്ള ഇതുപോലുള്ള പുഴുത്ത നാറികൾ ഈ രാഹുൽ ഈശ്വറിനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഇപ്പോഴും ഈ പറയപ്പെടുന്ന വിളിച്ചിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നാണെന്നാണ് ഈ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ നാട്ടിൽ പോയി ജോലി ചെയ്യാം, അവരുടെ പണം നല്ലതാണ്, പക്ഷെ അവരുടെ ആശയം മോശമാണ്, അവരുടെ ചിന്താഗതി മോശമാണ്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളെ അല്ലെങ്കിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ ഉന്മൂലനം ചെയ്യണമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്ന ഈ വിവരം കെട്ട വിവരദോഷിക്കൊക്കെ ഇനി എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? എന്തായാലും വീഡിയോ നിങ്ങളൊന്ന് കാണുക, കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അഭ്യർത്ഥനയുമായി ഒരു തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള വ്യക്തി വിളിച്ചു. വളരെ സ്നേഹവും കാര്യമാണ്, സാറെന്നും ജീന്നും ഒക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യരുത്. മുസ്ലിങ്ങൾ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ നിൽക്കുന്നവരാണ്. മുസ്ലിങ്ങളുടെ അടിസ്ഥാന സ്വഭാവം ശരിയല്ല, പ്രവാചകൻ മുഹമ്മദ് നബി ശരിയല്ല, ഖുറാൻ ശരിയല്ല എന്നൊക്കെ പാവം വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ പെട്ടുപോയ ഒരു തീവ്ര ഹിന്ദുത്വവാദി ഒരു സാധാരണ മലയാളി വിളിച്ചു. എനിക്കറിയാം ഇവർ മുഴുവൻ നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ വിഴുങ്ങാൻ നിൽക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മുസ്ലിം ഐക്യമൊന്നും നമുക്ക് വേണ്ട, ഈ തീവ്ര ഹിന്ദുത്വം മതി എന്ന് പറഞ്ഞാണ് ഈ സഹോദരൻ വിളിക്കുന്നത്. കഴിയുന്നത്ര പുള്ളിയെ പറഞ്ഞു മാറ്റിയിട്ടുണ്ട്, കഴിയുന്നത്ര പുള്ളിയെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലത്തുള്ളവരെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതായത് പാമ്പ് കടിച്ചവന്റെ വിഷം ഇറക്കുകയാണ് നമ്മുടെ ജോലി. അതായത് ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ബാധ ഉള്ളവരെ, ഈ തലച്ചോറിൽ ഈ ഗോഡ്സേവാദികളുടെ നാഗവല്ലി ബാധിച്ചവരെ ആ ബാധ ഒഴിപ്പിക്കുന്ന പണിയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ സമുദായങ്ങളിലും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽ തീവ്ര സ്വരക്കാരുണ്ടാകും. അവരെ തിരിച്ചു പിടിച്ച് നന്നാക്കി മോഡറേറ്റ്സ് ആക്കുക. വളരെ രസകരമായ കോൺവെർസേഷനാണ്. ഭയങ്കര താഴ്മയേറിയ അഭ്യർത്ഥനയാണ്. ഇങ്ങനെ ചെയ്യരുതേ, നിങ്ങൾ ഒരിക്കലും ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരു സുഹൃത്ത് വിളിക്കുന്നു. അതാണ് നമ്മൾ കേൾക്കുന്നത്. തീവ്രവാദികളെ വളരെയധികം ന്യായീകരിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിനെ ആക്ഷേപിക്കുന്ന എന്നുള്ളൊരു പരാതി ഞാൻ ഡെയിലി TV കാണുന്നുണ്ട്. അത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ വിശ്വാസം എല്ലാ മതങ്ങളിലൂടെയും ദൈവത്തിൽ എത്താമെന്നല്ലേ? അപ്പം ഖുറാനും മുഹമ്മദും ഒക്കെ നമുക്കും പവിത്രമല്ലേ? സാർ അല്ല സാർ, ഞാൻ വർഷങ്ങളായി ഞാൻ ഒരു മുസ്ലിം കൺട്രിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ. അവരുടെ ആറ്റിറ്റ്യൂഡുകൾ വളരെ എനിക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ള മതസ്ഥരെ ക്രൂരമായി ശിക്ഷിക്കാനുള്ളതാണ്. പ്ലീസ്. സ്വാമി വിവേകാനന്ദൻ അടക്കം ബൈബിളും ഗീതയും ഖുറാനും എല്ലാം ദൈവത്തിലേക്ക് എത്താനുള്ള വഴികൾ നല്ലേ നമ്മളെ പഠിപ്പിച്ചത്? എല്ലാമാണ്. പക്ഷേ ഇവര് സാർ ചിന്തിക്കണം, നമ്മുടെ ആറ്റിങ്കലിലുള്ള ഒരു നിതിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഹിന്ദുവാണ്, ഒരു ഈഴവ പയ്യനാണ് എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഈ അവനെ റൂമിൽ നിന്ന് ഇറക്കി വിട്ടത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എവിടെ വെച്ചാ സാർ? സൗദി അറേബ്യയിൽ വെച്ച, റിയാദിൽ വെച്ച. അതെ, സൗദി അറേബ്യയിൽ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നില്ലേ? നമ്മുടെ UAE ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വർക്ക് ചെയ്യുന്നില്ലേ? ഇപ്പൊ UAE ഗവൺമെന്റ് നമുക്ക് അമ്പലം പണിയാൻ വേണ്ടി അവിടെ സ്ഥലം തന്നില്ലേ? നമ്മുടെ മോദിജി അല്ലേ പോയി ഇനോഗ്രേറ്റ് ചെയ്തത്? ഞാനൊരു കാര്യം പറയാം, ഞാനിവിടെ വന്നപ്പോൾ ആദ്യ കാലങ്ങളിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ എനിക്ക് വളരെയധികം ഹിന്ദു സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഏതെങ്കിലും മുസ്ലിം സുഹൃത്ത് ഹിന്ദു ആയതുകൊണ്ട് സാറിനോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ? പിന്നെ ഇല്ല. ഞാൻ അതാണ് പറയുന്നത്. പക്ഷേ
ഇവരുടെ ഒരാവശ്യം വരുമ്പോൾ ഇവർ നമ്മളെ വളരെ വ്യക്തമായി തള്ളുമ്പോൾ ഇവര് ഡബിൾ ഫേസ് ആണ് ഇവര്. സാർ അവർക്കൊരു ആവശ്യം വന്നാൽ അവര് ഹെൽപ്പ് ചെയ്യില്ലെങ്കിൽ പിന്നെ ആര് ഹെൽപ്പ് ചെയ്യും? മുസ്ലിങ്ങൾക്ക് ഒരു ആവശ്യം വന്നാൽ മുസ്ലിം സമുദായവും ക്രിസ്ത്യാനികളും എന്റെ നമ്മുടെ തൊട്ടടുത്ത സ്ഥലം സാർ സ്വന്തം നമ്മുടെ ആളാണ്. ഞങ്ങളുടെ കുറെ ആൾക്കാർ ഇപ്പൊ സാറിന്റെ ഈ ചർച്ചകൾ കണ്ടിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സാറിനെ വിളിച്ചു സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വിളിച്ചതുകൊണ്ട്. അയ്യോ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ എന്റെ ഏക സംശയം എന്താ അറിയോ ജി, നമ്മുടെ സൗദി അറേബ്യയില്, മിഡിൽ ഈസ്റ്റില് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളല്ലേ സന്തോഷത്തോടെ വർക്ക് ചെയ്യുന്നു. ഇന്നേ വരെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ സാറിന് ഞാൻ മാസം വെക്കേഷൻ വരുമ്പോൾ പിന്നെ ഒരു സംശയമേ സാർ, ഇത് മാത്രമാണ് നമ്മളെ വിവേകാനന്ദനും ഗാന്ധിജിയും ഒക്കെ പഠിപ്പിച്ചത്. പ്രവാചകൻ മുഹമ്മദ് ആണെങ്കിലും യേശുക്രിസ്തു ആണെങ്കിലും ശ്രീരാമനാണെങ്കിലും അയ്യപ്പനാണെങ്കിലും ഈ പാതകളെല്ലാം ദൈവത്തിലേക്ക് എത്തുമെന്നല്ലേ. പിന്നെ എങ്ങനെയാണ് ഖുറാനെയും നമ്മുടെ പ്രവാചകനെയും നമുക്ക് അപമാനിക്കാൻ കഴിയുക? പ്രവാചകന്മാർ നമ്മുടെ ശ്രീരാമന്റെ അല്ലെങ്കിൽ ജീസസിന്റെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ ശ്രീബുദ്ധന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വാമി വിവേകാനന്ദ ശ്രീനാരായണ ഗുരുദേവന്റെയോ പിന്നെ അല്ലെങ്കിൽ മാതാ അമൃതാനന്ദ പുള്ളി അവരുടെ രീതിയെല്ലാം മുഹമ്മദിന്റെ മുഹമ്മദ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ഒരു കാമപ്രാന്തനായിരുന്നു. വളരെ വ്യക്തമായ പറയാം. ആരാ ഇതൊക്കെ അങ്ങോട്ട് പറയണേ? ലോക ചരിത്രത്തിലെ 4 മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് പ്രവാചകൻ മുഹമ്മദ് എന്നാണ് വിവേകാനന്ദന്റെ നിലപാട്. ലോക ചരിത്രത്തിലെ ഏറ്റവും നല്ല മനുഷ്യരിൽ ഒന്നാണ് പ്രവാചകൻ മുഹമ്മദ് എന്നുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ നിലപാട്. ഇവർക്കില്ലാത്ത ഈ നിലപാട് നമുക്ക് എവിടെന്നാ വരുന്നേ? മഹാത്മാഗാന്ധിയുടെ കാര്യം അവിടെ നിൽക്കുന്നത് നമ്മുടെ ഭഗവത് സിംഗിനെ പിന്നെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞായിരുന്നെങ്കിൽ തൂക്കിക്കൊല്ലുകയില്ലായിരുന്നു. അതുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ കാര്യത്തിൽ മഹാത്മാഗാന്ധി ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും ആയിരുന്നില്ലല്ലോ. ഭഗത് സിംഗിനെ രക്ഷിക്കാൻ മഹാത്മാഗാന്ധി ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും ആയിരുന്നല്ലോ. ഒന്ന് ബ്രിട്ടീഷുകാർ ഭരിക്കുകയല്ലേ. ഏടോ സമയമോ ഇല്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ മതം തലക്ക് പിടിച്ചിട്ടുള്ള ഈ മത തീവ്രവാദിയായിട്ടുള്ള ഈ വൃത്തികെട്ട ചെറ്റ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അല്ലെ? രാഹുൽ ഈശ്വറിനെ വിളിച്ചിട്ട് രാഹുൽ ഈശ്വറിനോട് പറയാണ് ഇവരിങ്ങനെയാണ്, കാരണം ഇവർ നമ്മൾ വിചാരിക്കുന്ന ഒരു ടീമല്ല. ഇവൻ ജോലി ചെയ്യുന്നതും ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ മുസ്ലിം രാജ്യത്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കണം. അവിടെ നിന്ന് ജോലി ചെയ്ത് അവിടുത്തെ പണം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അവന്റെ കുടുംബ സുഖസുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇത്രയും ആത്മാഭിമാനമുള്ള നാറിയാണെന്നുണ്ടെങ്കിൽ നീ ആ ജോലി ഉപയോഗിച്ചിട്ട് ഇവിടെ വന്നു നിന്നുകൊണ്ട് ഇങ്ങനെ കുരയ്ക്കായിരുന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു. ഉളുപ്പുണ്ടോടാ നിനക്കൊക്കെ അവിടെ കയറിയുന്നുണ്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയാനായിട്ട്? ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന സകലമാന മലയാളികൾക്കും അപമാനമാണ് ഇതുപോലുള്ള പുഴുത്ത നാറികൾ. ഇവനൊക്കെ സംഖ്യയായിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ക്രിസംഖ്യയായിരിക്കണം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവർക്ക് സാധിക്കത്തുള്ളൂ. രാഹുൽ ഈശ്വറിനോട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളാണ് യഥാർത്ഥ ഒരു ഹൈന്ദവൻ. നിങ്ങളെ സത്യത്തിൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാൻ തോന്നുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട്. ഇതിന്റെ ഒരു 2ാം ഭാഗം നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അയക്കുക. ഞാൻ ഇതിന്റെ 2ാം ഭാഗം ചെയ്യുന്നതായിരിക്കും. ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ വേട്ടാവളിയുടെ നോളജ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? കാരണം ഭഗത് സിംഗിന് ഗാന്ധിജി പറഞ്ഞിരുന്നെങ്കിൽ വിട്ടുകൊടുത്തേനെന്നാ പറഞ്ഞത്. ഇപ്പൊ ഇതാണ് ഒരു മിനിമം സംഖ്യയുടെ ക്വാളിറ്റി എന്നുള്ളത്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന ആ നാട്ടിൽ ഒരു ഹിന്ദുവിനെ തല്ലിക്കൊന്നതാട്ടോ ഒരു ക്രൈസ്തവനെ തല്ലിക്കൊന്നതാട്ടോ നിങ്ങൾ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതുപോലുള്ള നാറികളെയൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറ്റി കൊടുക്കണം. വലിയ ആത്മാഭിമാനമുള്ള നാറികളാണല്ലോ. അവരിവിടെ വന്ന് ഈ അണ്ടിമുക്കി ശാഖയിൽ പോയി വടിയും കറക്കി ഇവിടെ ജീവിക്കണം. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ കുറിച്ചിട്ട് കുരയ്ക്കണം. എന്തായാലും രാഹുൽ ഈശ്വർ ബിഗ് സല്യൂട്ട് അങ്ങേക്ക്. നിങ്ങളെപ്പോലുള്ളവരാണ് ഈ നാടിൻ്റെ അഭിമാനം. ഞങ്ങളുടെയൊക്കെ ബലം നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ അടുത്ത ഇതുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും